പോക്കൃതനം എന്ന് പറഞ്ഞപ്പോൾ തന്തയില്ലായ്മയാണ്. തന്തയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളെ പൊതുവെ 4ആയിട്ട് തരംതിരിക്കാം എൻ്റെ അഭിപ്രായത്തിലാണ്. ഒന്ന്, അത്യാവശ്യം നോളജ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അവരെയാണ് ശരിക്കും ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയാൻ പറ്റുക. അവർക്കറിയാവുന്ന സയൻസ്, കെമിസ്ട്രി, ലോ, സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ സാമൂഹികമായ പ്രശ്നങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നവർ. 2, നമ്മുടെ സിനിമ സോങ്ങുകളും സിനിമ ഡയലോഗുകളൊക്കെ ലിപ്പനക്കുക, അവരുടെ ആർട്ടിസ്റ്റിക് വാല്യൂ പുറത്തു കൊണ്ടുവരിക. 3-മതെന്ന് പറയുന്നത് ആർട്ടിസ്റ്റിക് വാല്യൂ എന്നതിൻ്റെ പേരിൽ അല്പവസ്ത്രധാരിയായിട്ട് നിന്ന് പാട്ട് പാടുകയോ സിനിമ ഡയലോഗ് പറയുകയോ പിന്നെ അവരുടെ അഭിപ്രായം പറയുകയോ ഒക്കെ ചെയ്യും. പക്ഷേ ലക്ഷ്യമെന്ന് പറയുന്നത് അവരുടെ അർദ്ധനഗ്ന മേനി പ്രദർശിപ്പിച്ച് വൈറലാവുക എന്നുള്ളതാണ്. വലിയ കുഴപ്പമില്ല, കാരണം അവരവരുടെ ശരീരം കാണിക്കാതിരിക്കുകയോ അതിൽ കടന്നു കഴിഞ്ഞാൽ നിയമ നടപടികൾ സ്വീകരിക്കുക, അത്രയേ ഉള്ളൂ. അത് അവരെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്. 4-മതൊന്നുണ്ട്, ഒന്നിനും വയ്യ, മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് എങ്ങനെയെങ്കിലും വൈറലാകുക. അങ്ങനെ ഈ അടുത്ത കാലത്ത് 1-2 സ്ത്രീകൾ അതിനുവേണ്ടി മുതിർന്നിട്ടുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ 2-3 ദിവസത്തിനിടയിൽ വൈറലായ ഒരു പെൺകുട്ടി. അവൾക്ക് എങ്ങനെയെങ്കിലും വൈറലാവാൻ വേണ്ടി ഏതെങ്കിലും ഒരു പുരുഷൻ്റെ അടുത്ത് വന്നിരിക്കണേ എന്ന് പറഞ്ഞ് വന്നിരുന്നാൽ പോരാ, അവൻ അവളെ അപമര്യാദയുമായിട്ട് അവിടെ ഇവിടെയൊക്കെ പിടിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ബസ്സിൽ കയറുകയും കുറേ നേരം ഇരുന്നിട്ടും അടുത്തിരുന്ന പുരുഷൻ അവളെ ഒന്ന് നോക്കുകയോ അല്ലെങ്കിൽ മോശമായിട്ടൊന്ന് പെരുമാറുകയോ ചെയ്യുന്നില്ല. 2 പേർക്ക് ഇരിക്കാവുന്ന അത്രയ്ക്ക് കൺജസ്റ്റഡ് ആയിട്ടുള്ള സീറ്റാണ്. ഇവിടെ മണിക്കൂറുകൾ ഇരുന്നിട്ടും അയാളൊന്നും ചെയ്യാത്തതുകൊണ്ട് അയാളുടെ മുഖം ചെറുതായിട്ട് ബ്ലർ ചെയ്തിട്ട് ഇവൾ മുഖത്ത് മാസ്ക് വെച്ച് ഇപ്പം എന്നെ പിടിക്കും എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് അവസാനം ഒന്നും പിടിക്കാതെ വന്നപ്പോൾ ഏതെങ്കിലും വീഡിയോ എടുത്ത് പോയി നീ ഇടാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അവൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് അടിയിലൊരു നീണ്ട ഡിസ്ക്രിപ്ഷൻ, നിങ്ങൾ സൂക്ഷിച്ച് നോക്കണം, ഇതിൽ ഇയാളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ തെറ്റി. ലാസ്റ്റ് ഭാഗം അവൻ്റെ കൈയുടെ അറ്റത്തുള്ള 2 രോമം എഴിച്ച് നിന്ന് ഡാൻസ് കളിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ടു. സംഭവം 55 ലക്ഷത്തോളം പേര് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. താഴെ മൊത്തം അവൾക്കും അവളുടെ അപ്പൂപ്പനും അവളുടെ അച്ഛനും കുടുംബത്തിനും എല്ലാം പൊങ്കാലയാണ്. എന്തായാലും അവൾക്ക് റീച്ച് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ മലയാളത്തിൽ എഴുതിയ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തു. അവിടെ ഇംഗ്ലീഷിലും തള്ളക്കി വിളി അവൾക്ക് കിട്ടി. ജനങ്ങളെ ഞാൻ സമ്മതിച്ചു. ഒരു പെണ്ണ് ഒരുത്തി വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഒരുത്തി അവളെ സപ്പോർട്ട് ചെയ്തില്ല. ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളൊക്കെ കാണിക്കുന്നത് പോക്കൃത്തരമാണ്. പോക്കൃത്തരം എന്ന് പറഞ്ഞപ്പോൾ തന്തയില്ലായ്മയാണ്. തന്തയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, അവൾക്ക് തന്തയോ സഹോദരനോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവളുടെ കൂടെ ബസ്സിലോ കാറിലോ ഒന്നും ഇരുന്ന് യാത്ര ചെയ്തത്. ഒരുത്തനെയും കിട്ടിയില്ലെങ്കിൽ അവസാനം നിങ്ങളെയും പിടിച്ച് സ്ത്രീ പീഡകനാക്കി കളയും. ഇത്തരത്തിൽ ആണുങ്ങളുടെ മുഖം ചൂഷണം ചെയ്ത് വൈറലാവാൻ ശ്രമിക്കുന്ന പെണ്ണുങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിന്നെയൊക്കെ നാളെ ജനം ഞാൻ തൂറി എറിയും.